Good morning to all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, Miss. Good morning. Good morning, ma'am. Yeah, morning. Okay, so let's breakfast കഴിച്ചോ? ഇപ്പൊ Yes, miss. ചോദിക്കല്ലേ? Yes, ma'am. Yeah, ഇന്ന് എന്റെ ക്ലാസ് അല്ല കേട്ടോ, അൺഎക്സ്പെക്ടഡ് ആയി ഞാൻ കയറിയതാണേ. ഓക്കെ, ഇതുപോലെ എന്നെ മിക്കപ്പോഴും പ്രതീക്ഷിക്കുക, എക്സ്പെക്ട് ചെയ്യാട്ടോ. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് verb എന്താണ്, noun, pronoun, verb ഇത് മൂന്ന് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു അല്ലെ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തേ, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു ആണോ? Yes. കുറച്ച് പേരൊക്കെ ചെയ്തു, ബാക്കിയുള്ളവരോട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ചെയ്യുമ്പോ ഓർമ്മയുണ്ടോ? ഓക്കെ, ആരെങ്കിലും ചെയ്യാൻ റെഡിയാണോ? ഇൻട്രൊഡ്യൂസ് ചെയ്യാം നമുക്ക് ഇംഗ്ലീഷില്. ഓക്കെ, റെഡി? റെസ്പോൺസ് വേണ്ടതില്ലല്ലോ. റെഡിയാണോ? എന്താണെന്ന് മിണ്ടാത്തത്? സൈലന്റ് ആണല്ലോ ക്ലാസ്. ഇത് പറ്റി ബോറടിക്കുന്നുണ്ടോ? ഇല്ലാന്ന് പറയുമ്പോ ഓക്കെ. നിമിഷ, ഹലോ. നിമിഷ എന്തോ മിസ്? കേൾക്കുന്നുണ്ടോ? ഉണ്ട്. കേൾക്കാം. ഓക്കെ, ചെയ്താലോ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ. ഓക്കെ, സൗണ്ട് കുറവാണ് നിമിഷ. മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട്. ഓക്കെ, എവിടെയാ സ്ഥലം? എവിടെയാ? കണ്ണൂര്. കണ്ണൂര്. ഓക്കെ ഓക്കെ ഓക്കെ. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Okay, ma'am. Ma'am, my name is Nimisha. I am from Kannur. My married woman. I have a one daughter. She is 3 year old. My husband is named Sujesh. He is work at abroad in Saudi Arabia as driving. I am completed BCom with cooperation student. I am a housewife. ഓക്കെ ഓക്കെ നിമിഷ. Okay, Then ma'am. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ ശ്രിത. Ma'am, I am Sreshma from Calicut. I'm studying completed craftsmanship course. I have 2 children. My husband is an army man. I wanted to be a teacher, but I can't to be a teacher because the situation is very bad. And now I need a job. That's why I choose this course. എന്തുകൊണ്ടാണ് ടീച്ചർ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞേ? അല്ല, പഠിത്തം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞു. അപ്പൊ പിന്നെ 2 കുട്ടികളായി. അപ്പൊ ആ ഒരു ഇഷ്ടം അവിടെ സ്റ്റോപ്പ് ആയി പോയി. അപ്പൊ ഇപ്പൊ മക്കളൊക്കെ പഠിച്ചതിന് ശേഷം ഇപ്പൊ അവിടെ റീസ്റ്റാർട്ട് ചെയ്തതാ. ഓക്കെ, അതിന് ടീച്ചർ ആകണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ഇപ്പോഴും പറ്റും. ഓക്കെ ഓക്കെ മാം. പറ്റാന്ന് പറയണ്ട, ഇപ്പോഴും പറ്റും. കാരണം അത് പറയാൻ കാരണമുണ്ട് കേട്ടോ. ഇപ്പോ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, മോണ്ടിസോറി ഉണ്ട്. ഒരുപാട് ഏജായവർ വരെയും അവരുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുമെന്ന് അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ സെഷനോട് പറഞ്ഞ് പറ്റും, ടീച്ചർ ആകാൻ പറ്റും, ഷുവർ ആണ്. ഓക്കെ, ക്യാൻ ബി ടീച്ചർ. ഓക്കെ ഓക്കെ മാം. ഓക്കെ, ഇനി ആരാ? ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ചുമ്മാ പറയുന്നേ. ഇല്ല, കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് noun, pronoun, verb ഇത് മൂന്നും കംപ്ലീറ്റ് ചെയ്തു. ഇതെല്ലാം ക്ലിയർ ആണല്ലോ, മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്, ജസ്റ്റ് ബിഗിനിങ് ആണല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്? ഓക്കെ,
ഇനി adjective കേട്ടിട്ടുണ്ടോ നിങ്ങള്? എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ adjective. ഓക്കെ, അപ്പൊ എന്താണ് adjective? എന്താണ്? What is adjective? Adjective is a word that modifies or describes a noun. Okay? Yeah, Srita. Grab this house. Okay, Srita, ഞാൻ ഇപ്പോഴാണ് ഫുൾ ആയിട്ട് വായിച്ചേ. ക്ലിയർ. ഓക്കെ, അപ്പൊ adjective എന്താണെന്ന് ഞാൻ ടെക്സ്റ്റ് ചെയ്യാറേ, നോക്കിയിടണേ. Adjective is a word adjective is a word that modifies or describes a noun. Nouneyo അല്ലെങ്കിൽ pronoun, noun or pronoun. Okay, nouneyo pronounneyo modify ചെയ്യാനോ describe ചെയ്യാനോ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് adjective എന്ന് പറയുന്നത്. Okay, adjective is a word that modifies or describes a noun or pronoun. Okay, എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. Adjective is a word that modifies or describes a noun or pronoun. Okay. Example പറയുകയാണെങ്കിൽ ഇപ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മീരയെ കുറിച്ച് സംസാരിച്ചു അല്ലെ. മീര is my friend. She has a long hair എന്നൊക്കെ പറഞ്ഞു. Okay. So നമുക്ക് അവളെ കുറച്ചുകൂടി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ എന്താ പറയാ? She's pretty and she's a good girl. എന്നൊക്കെ പറയില്ലേ, ഷീസ് എ സ്മാർട്ട് ഗേൾ. സോ ഈ ആ ഒരു അവളെ നൗണിനെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് വേർഡ്സ് യൂസ് ചെയ്തു. ഓക്കെ, ഏതൊക്കെയായിരുന്നു? സ്മാർട്ട്, പ്രിറ്റി എന്നൊക്കെ പറഞ്ഞ കുറച്ച് വേർഡ്സ് അല്ലെ, ഗുഡ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്തോ? അതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഏത് കഴിഞ്ഞു എല്ലാവരും? ഓക്കെ, അപ്പോ നൗണിനെ മോഡിഫൈ ചെയ്യാൻ, അതായത് ഇപ്പോ ജസ്റ്റ് ഇപ്പൊ മീരയെ കുറിച്ച് ഞാൻ പറഞ്ഞു. മീര is a good girl, a smart girl, it's a pretty girl, looking girl, good looking guy എന്നൊക്കെ പറഞ്ഞ് അവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടി അല്ലെ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ എങ്ങനെയൊക്കെയാണ് ജസ്റ്റ് ഇമാജിൻ ചെയ്യാനെങ്കിലും പറ്റുന്ന ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇത് അങ്ങനെ യൂസ് ചെയ്യുന്ന, അതായത് നൗണിനെയോ പ്രോനൗണിനെയോ കുറച്ചുകൂടി നമ്മൾ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും വേണ്ടി കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, is it clear? Then text your answer using with adjective and noun or pronoun. Okay, കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂട്ടോ. Yeah, she is beautiful. Okay, അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്ത ഷീ എന്ന് പറയുന്ന പ്രോനൗൺ ആണ്. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ ആണ് അവിടെ എന്ത് അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. He is a gentleman. Yeah, ഇനി ഷീ ഓർ ഹീക്ക് പകരം നമ്മൾ അവിടെ നെയിം ആണ് യൂസ് ചെയ്യുമെങ്കിൽ അതൊരു നൗൺ ആണ് അല്ലെ. അപ്പൊ നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ എന്താണെന്ന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. This is a beautiful picture. അപ്പൊ പിക്ചറിനെ നമ്മൾ മോഡിഫൈ ചെയ്തു, ബ്യൂട്ടിഫുൾ ആണ്.
ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലേ, നമ്മളിതെല്ലാം പഠിച്ച് അഡ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞല്ല നമ്മൾ ഇതുവരെയും പഠിച്ചത് എന്ന് മാത്രം. പക്ഷെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, എല്ലാ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, example was very difficult. Here, example significant ആണ്. പക്ഷെ very എന്ന് പറയുന്ന വേർഡ് അല്ല കേട്ടോ അത്. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായല്ലോ? ക്ലിയർ ആണ്. അതുപോലെ തന്നെ ഉള്ള ഒരു വേർഡാണ് ആഡ്വേർബ് എന്നുള്ളത്. ആഡ്വേർബ് കേട്ടിട്ടുണ്ടാവല്ലോ അല്ലെ? ആഡ്വേർബ്. അപ്പൊ എന്തായിരിക്കും ആഡ്വേർബ്? എന്താണ്? ഇപ്പൊ അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായി. അപ്പൊ ആഡ്വേർബ് എന്തായിരിക്കും? സ്മാർട്ട് ഗേൾ. അപ്പൊ സ്മാർട്ട് എന്ന് പറയുന്നതാണ് അവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ആഡ്വേർബ് എന്താണ്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെയും പ്രൊനൗണിനെയും മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ് ആണെങ്കിൽ ആഡ്വേർബ് എന്തായിരിക്കും? വെർബിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ്. verb modification. Okay, clear. അപ്പോ adverb is a word that modifies or describes a verb. Okay, വെർബിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് adverb എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും adverb എങ്ങനെ യൂസ് ചെയ്യാം? അപ്പോ ഷീസ് എ സ്മാർട്ട് ഗേൾ എന്ന് പറയുമ്പോൾ ഷീനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. ഇനി വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ he drives carefully. അല്ലെങ്കിൽ he drives പിന്നെ he writes the poem clearly. മനസ്സിലായോ? അപ്പൊ ഒരു വെർബ് ഉണ്ട്, ആ വെർബിനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. മനസ്സിലായോ? He drives the car carefully. And she sings beautifully. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ആദ്യം എന്താണ്? ഓൾറെഡി പ്രോണൗൺ ഉണ്ട്, പക്ഷെ അവിടെ പ്രോണൗണിനെ അല്ല നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് അല്ലെ? അവനോ അവളോ ചെയ്ത ഒരു പ്രവൃത്തിയാണ് നമ്മൾ അവിടെ മോഡിഫൈ ചെയ്തത്. ഓക്കെ, is it clear? Yeah, he sings loudly, he speaks loudly എന്നൊക്കെ പറയാം. ഓക്കെ, അവൻ സംസാരിച്ച ഉറക്കെയാണ്, അവൻ പാടിയത് ഉറക്കെയാണ്. അപ്പൊ പാടുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ അവിടെ മോഡിഫൈ ചെയ്തത്. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത് അല്ലെ? ഈ ആഡ്വേർബും അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അത്രയും വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഐഡിയ കിട്ടുക അല്ലെ? അപ്പൊ നമ്മുടെ മെയിൻലി നമുക്കെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ യൂസ് ചെയ്യേണ്ട പ്ലേസസ് ഇവിടേക്കാണെന്ന് മാത്രം തെറ്റിപ്പോകരുത്. He was very intelligent. He is very intelligent cook. ഇങ്ങനെ പറയുമ്പോൾ വെച്ചാല് അവിടെ he is very intelligent cook എന്നാണ്. അവൻ ഇന്റലിജന്റ് കുക്കാണ് എന്നാ പറയുന്നത്. അപ്പൊ ഇന്റലിജന്റ് എന്തായി? അഡ്ജക്റ്റീവ് ആയിട്ട് മാറി. അവിടെ ആഡ്വേർബ് ചെയ്യാം. മനസ്സിലായോ? കാരണം വെർബിനെ എല്ലാം നമ്മളവിടെ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അവനെയാണ്, അവൻ ഒരു ഇന്റലിജന്റ് കുക്കാണ് എന്നാ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇന്റലിജന്റ് എന്ന് പറയുന്നത് അവിടെ അഡ്ജക്റ്റീവ് ആണ്. He is writing. He is writing. He's writing slowly. Slow ആയിട്ടാണ് എഴുതിയത്. Her dance was awesome. Clear. Dance ആണ്. അപ്പൊ awesome എന്ന് പറയുമ്പോൾ അത് adverb ആണ്. ഇതേപോലെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറയും കേട്ടോ. പാർട്ടിയിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഞാൻ ചോദിക്കുമ്പോ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പിന്നീട് ഒന്നും പറയാനില്ല. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കുമ്പോഴാണ് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യം വരാം. ഓക്കെ, അപ്പൊ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. അതേപോലെ തന്നെ എക്സാമ്പിൾസ് എല്ലാം ടെക്സ്റ്റ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് യു ടെക്സ്റ്റ് യുവർ
ആൻസർ എക്സാമ്പിൾ. അഡ്വേർബ് ഒന്നുകൂടെ പറയൂ. അഡ്വേർബ് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ അതിന്റെ കൂടെ ഒരു വെർബ് ഉണ്ട് അല്ലെ, അഡ്വേർബ് എന്നാ പറയുന്നത്. അപ്പോ അറിയാം വെർബ് എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലെ. വെർബ് എന്താണ്, ഒരു പ്രവൃത്തിയാണ്, നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷൻസും അല്ലെ, ഫിസിക്കലി ചെയ്യുന്ന എല്ലാ ആക്ഷൻസും വെർബ് ആണ്. അപ്പോ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാം. അപ്പൊ ഐ എം ടീച്ചിങ് എന്ന് പറയും. ഐ എം ടീച്ചിങ് ജസ്റ്റ് ഒരു വെർബ്, അവിടെ അഡ്വേർബ് ഒന്നുമില്ല. ഓക്കെ, ഇപ്പോ അഡ്വേർബ് വേണമെങ്കിൽ ഐ എം ടീച്ചിങ് ഇംഗ്ലീഷ് ക്ലിയർലി എന്ന് പറയാം. വളരെ വ്യക്തമായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർലി എന്ന് പറയുന്നത് ഇവിടെ അഡ്വേർബ് ആണ്. ഞാൻ ടീച്ചിങ്ങിനെ കുറിച്ചിട്ടാണ് അവിടെ ക്ലിയർലി എന്ന് പറഞ്ഞത്. ഓക്കെ, he is walking speedily. They arrived early. അവ നേരത്തെ വന്നു എന്ന് പറയുമ്പോ അവിടെ അഡ്വേർബ് ആയിട്ട് ഒന്നുമില്ലല്ലോ. നേരത്തെ വന്നു, ഇവിടെ അഡ്വേർബ് ഇല്ല കേട്ടോ. വരിക എന്നൊരു പ്രവൃത്തിയാണ്, കുറച്ചുകൂടെ നേരത്തെ വന്നു എന്ന് നോക്കാം. അല്ലെ അഡ്വേർബ് കുഴപ്പമില്ല. ഓക്കെ, he is walking speedily. walking നടന്നത് സ്പീഡിലാണ്. അപ്പൊ നടന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി പാട്ട് പാടുന്ന അവൻ ഉറക്കിയാണ് പാടിയത്. അപ്പൊ പാടുന്നതിന് ഉറക്കി, ലൗഡ്ലി എന്ന് പറയുന്നത്. ഇവിടെ അഡ്വേർബ് എപ്പോഴും ഈ എൽവയിലാണ് അവസാനിക്കുക കേട്ടോ. ലൗഡ്ലി, സ്മൂത്ത്ലി, കെയർഫുള്ളി, സ്പീഡ്ലി, സ്ലോലി, ഏർലി എന്നൊക്കെ പറയുന്ന ഈ എൽവയിലായിരിക്കും മോസ്റ്റ്ലി നമ്മൾ അഡ്വേർബ് ഒക്കെ എൻഡ് ചെയ്യാം. ഓക്കെ, ദിസ് ഡാൻസ് സ്മൂത്ത്ലി. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലായോ? രണ്ടും കൂടെ കണക്ട് ചെയ്ത് പഠിക്കൂ കേട്ടോ. അഡ്ജക്റ്റീവ് എന്താണെന്നും അഡ്വേർബ് എന്താണെന്നും കറക്റ്റ് ആയിട്ട് പഠിക്കാം. അവിടെ ഡിഫറൻസ് ഒന്നും അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഒരെണ്ണം ഇപ്പൊ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെയും പ്രോനൗണിനെയും മോഡിഫൈ ചെയ്യണം. അതായത് ആ ഒരു വ്യക്തിയെ കുറിച്ച് പറയായിരിക്കും. അവൻ ഇന്റലിജന്റ് ആണ്, അവൻ സ്മാർട്ട് ആണ്, അവൻ ഗുഡ് ആണ്, അവൻ പിന്നെന്താണ്, അവൻ ഡാൻസർ ആണ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു അവനെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, പക്ഷേ അഡ്വേർബിലേക്ക് വരുമ്പോ അവൻ ചെയ്ത ഒരു പ്രവൃത്തിയെ കുറിച്ചായിരിക്കും അവിടെ പറയാം. ഓക്കെ, അവൻ നന്നായി ഡാൻസ് കളിച്ചു. അപ്പോ അവൻ നന്നായിട്ട് ഡാൻസ് കളിച്ചു എന്ന് പറയുമ്പോ അവൻ ചെയ്ത ഒരു പ്രവൃത്തി നന്നായിരുന്നു എന്നാ പറയുന്നത് അല്ലെ. അവൻ നന്നായി ഡാൻസ് കളിച്ചു എന്ന് പറയുമ്പോ ഈ ഡാൻസേഴ്സ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയാം. അവൻ നന്നായി ഡാൻസ് കളിച്ചു. അപ്പൊ ഡാൻസിനെയാണ് നമ്മൾ ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്ന ആ വേർഡ് വെച്ച് മോഡിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതായത് സെന്റൻസിൽ ഒരു വെർബ് ഉണ്ടാകും. വെർബ് ഉണ്ടാകും, അതിന്റെ കൂടെ ഒരു വേർഡ് കൂടെ വന്നാൽ അത് അഡ്വേർബ് ആയിട്ട് മാറും. ഇപ്പോ ഇന്റലിജന്റ് ബോയ്, അവിടെ വേർബ് എന്തെങ്കിലും ഉണ്ടോ? അവനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ വേർബിന്റെ ആവശ്യമുണ്ടോ? അവൻ ചെയ്ത പ്രവൃത്തിയെ കുറിച്ചല്ല നമ്മൾ അവിടെ പറഞ്ഞത്, അവനെ കുറിച്ചാണ്. അവനൊരു ഇന്റലിജന്റ് ആണെന്നാ പറഞ്ഞത്. ഈസ് ഇന്റലിജന്റ്. അപ്പൊ നോക്കുകയാണെങ്കിൽ അവിടെ വേർബ് ഒന്നുമില്ല. He drove very carefully. He drove very carefully. ഇങ്ങനെയാണോ? He drive the car carefully. ഇങ്ങനെയാണോ? രണ്ടും ഓക്കെ ആണ്. ഒരെണ്ണം പാസ്റ്റ് ആണ്, ഒരെണ്ണം പ്രസന്റ് ആണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. He drove the car carefully എന്ന് പറയാം. He drives ആണ് വരാട്ടോ. Drive അല്ല, he drives the car carefully എന്ന് പറയാം. Okay, first one is past and second one is present tense. Okay, അറിയുള്ള വ്യത്യാസം. പക്ഷെ കെയർഫുള്ളി എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസിലാണെങ്കിലും കെയർഫുള്ളി എന്ന് പറയുന്ന വാക്ക് അവിടെ അഡ്വേർബ് ആണ്. ഒബ്ജക്ട് ഉണ്ടെങ്കിൽ നന്നായിക്കോട്ടെ. റോസ്മി ഹിസ് പെയിന്റിംഗ് സ്ലോലി. ഹീസ് പെയിന്റിംഗ് സ്ലോലി. നമുക്ക് ഒരു സെന്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ വേണമെന്ന് അറിയോ? ജസ്റ്റ് ഇപ്പോ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അവിടെ സബ്ജക്റ്റും ഒരു നൗണും ഒരു അഡ്ജക്റ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഓക്സിലറി ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറും. ഇനി വേർബിലേക്ക് വരാണെങ്കിൽ അവിടെ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റീവ്, ഓക്സിലറീസ് ഒക്കെ ഉണ്ടെങ്കിലാണ് കറക്റ്റ് ഒരു സെൻസ് മേക്ക് ചെയ്യാൻ പറ്റും. റൈറ്റിംഗ് വെൽ എന്ന് പറയുമ്പോൾ ഷീ ഈസ് റൈറ്റിംഗ് ലെറ്റർ very beautifully. I think she's writing book. She writes the novel well. ഇങ്ങനെ കുറച്ച് രീതിയിൽ നമ്മൾ പോകാൻ പറ്റും. Okay, subject, verb, object.
സബ്ജക്റ്റിനും വെറുപ്പിന് ഇടയിൽ ഓക്സിലറീസ് വരും. ഇതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. ടെൻസ് പഠിക്കുമ്പോൾ എല്ലാം പറഞ്ഞു. ടെൻസ് ഒക്കെ എങ്ങനെയാണ്? എല്ലാവർക്കും ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? അറിയോ? ഓപ്പൺ ആയിട്ട് പറയൂ. കൺഫ്യൂഷൻ ഉണ്ടോ? പിന്നെ എല്ലാവർക്കും അറിയാം. എന്താ ഒന്നും ഉണ്ടാകാത്ത? റെസ്പോണ്ട് ചെയ്യണോട്ട്. ഞാൻ പറഞ്ഞ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നുണ്ട്, എന്നോട് സംസാരിക്കണം. ഓക്കെ, ഇങ്ങനെ മിണ്ടാതിരിക്കില്ലേ ക്ലാസ്സിൽ? കാരണം അത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്നോട് സംസാരിച്ചാൽ എനിക്ക് അറിയാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ഇമോഷൻസ് എന്താണെന്ന് അറിയണമെങ്കിലും നിങ്ങൾ ഇമോജീസ് ആയിട്ടാണെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ ചിരിക്കുന്നതിന് ഇമോജി അയക്കാം. അപ്പൊ അറിയാം, ഒരിക്കലും മനസ്സിലാവും ചിരിക്കാൻ. മനസ്സിലായോ? അപ്പൊ എന്താണെങ്കിലും റെസ്പോണ്ട് ചെയ്തത് മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ. അല്ലെങ്കിൽ വെറുതെ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്ന പോലെ തോന്നില്ലേ? ഇല്ലേ? ശരിയാണോ? നിനക്ക് വല്ലപ്പോഴും ഒരു തമ്മിങ്ങനെ വരുന്നുണ്ട്. സംസാരിച്ചില്ലെങ്കിൽ ക്ലാസ് ഭയങ്കര ബോറിംഗ് ആയി പോട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നൗൺ, പ്രൊനൗൺ, verb, adjective, adverb. ഇത്രയും ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ ഇത്രയും എടുത്താ ഈ ടോപ്പിക്സ് ഇല്ലെന്നൊക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാവോ? ഞാൻ ക്ലാസ്സിലൊക്കെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? മാം, അഡ്ജക്റ്റീവും അഡ്വർബും ഒന്നും കൂടി പറയാൻ പറ്റുമോ? അത് കൺഫ്യൂഷൻ വരുന്നുണ്ട്. കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ, റംസീന. റംസീന. റംസീന ഫ്രണ്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ? ആ, അവളെ കുറിച്ച് പറയാമോ? ഇംഗ്ലീഷിൽ പറയണം. ജസ്റ്റ് ഒന്ന് പറയും, ചുമ്മാ എന്തെങ്കിലും പറയും. she's my best friend. She's a teacher. ക്യാരക്ടർ എങ്ങനെയാണ് അവളുടെ? പറയും. എന്താണ്? ക്യാരക്ടർ, talking about her character. എന്താ മാം? ക്ലിയർ ആയില്ല. ആളെങ്ങനെയാണ്? ആളുടെ സ്വഭാവം എങ്ങനെയാണ്? she's very nice, pretty. She's short hair. She's like writing, reading books. She's very smart. ആൾക്ക് എന്തെങ്കിലും എബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? കഴിവുകളോ എന്തെങ്കിലും ഉണ്ടോ? മെഹന്തി ഡിസൈൻ. അതിനെ കുറിച്ചൊന്ന് പറയൂ. അതിനെ കുറിച്ചിട്ട് റംസീന ഇതുവരെയും പറഞ്ഞത് അഡ്ജക്റ്റീവ് ആണ്. യെസ്. ഓക്കെ, അവിടെ ചെയ്യുന്നൊരു പ്രവൃത്തിയാണത്. അതിനെ കുറിച്ചൊന്ന് പറയൂ. എനിക്ക് അറിയില്ല മാം, എനിക്ക് കിട്ടുന്നില്ല. മെഹന്തി പെർഫെക്റ്റ്ലി. ഓക്കെ, ഷംസീനാണേ. അതായത് മെഹന്തി ഡിസൈൻ നന്നായിട്ട് ഇടും എന്ന് പറയാലോ നമുക്ക്, അല്ലേ? ഡിസൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവും ആഡ്വർബും മനസ്സിലായോ? ഒന്നും കൂടി പറയോ മാം? അതായത് ഇപ്പോ നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് പറയാണ്. ആ വ്യക്തിയെ ഇപ്പൊ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് പറയാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അവള് നല്ല സ്വഭാവമാണ്. നമുക്ക് അവളെ കാണാൻ നല്ല ഭംഗിയാണ്, അവള് ഭയങ്കര സ്മാർട്ടാണ്, അവള് കുറച്ചുകൂടെ എൻജോയബിൾ ആണ് എന്നൊക്കെ നമ്മൾ പറയും. അവളെ കുറിച്ചാണ് പറയേണ്ടത്, അല്ലെ? അവള് നമ്മുടെ കൂടെ സമയം പോകുന്നേ അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അവളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ്. ഓക്കെ. ഇനിയിപ്പോ അവൾ നന്നായിട്ട് പഠനം കഴിക്കും, അവൾ നന്നായിട്ട് പാട്ട് പാടും,
അവൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും എന്നൊക്കെ പറയുന്നതോ adverb. adverb. അപ്പൊ ക്ലിയർ ആയി. Okay, ma'am. Thank you. ഓക്കെ. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ. ഇനി ഇതുവരെയും ഞാൻ 2 ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുത്തു. ഇതുവരെ എടുത്ത പോർഷൻസ് നിങ്ങൾക്ക് ഓക്കെ ആണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണെങ്കിലും പറയണം കേട്ടോ. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയണം. ഫീഡ്ബാക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. എന്ന് പറയാമോ ആരെങ്കിലും? ഇനിയിപ്പോ മിസ്സിനോട് നെഗറ്റീവ് പറഞ്ഞ വിഷമാവുമെന്ന് വിചാരിക്കണ്ട. എന്താണെങ്കിലും പറയാം. എന്ന് പറയൂ. പറയണം, എന്നോട് പറയണം. ഇത് കേൾക്കണം പറയുന്നത്. സംസാരിക്കൂ. നിമിഷ പറയൂ. നിമിഷ, ക്ലാസ് എങ്ങനെയുണ്ട് നിമിഷ? മിസ്സേ ക്ലാസ് ഒക്കെ നല്ലതാണ്, എനിക്ക് മനസ്സിലായിട്ടുണ്ട് പറഞ്ഞതൊക്കെ. മഴയാണ് മിസ്, ഒന്നും കേൾക്കില്ല. ഓക്കെ ഓക്കെ, നല്ല മഴയാ. ഓക്കെ നിമിഷ മറന്നു. ശ്രീഷ്മ പറയൂ. മനസ്സിലായി മിസ്. അതല്ലേ ക്ലാസ് എങ്ങനെയുണ്ട്? ക്ലാസ് കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ട്. അറിയാത്തവർക്ക് കൂടുതൽ മനസ്സിലാവുന്നുണ്ട്. ടഫായിട്ട് തോന്നുന്നില്ല. എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടല്ലോ. സിമ്പിൾ ആണ്. സിമ്പിൾ ആണ്. ഓക്കെ. നെഗറ്റീവ്സ് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. അതൊക്കെയാണ്. ഓക്കെ. ഓക്കെ, then Breeda. Hello, ma'am. Class is very interesting. Okay. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ. ബോറില്ല. ബോറില്ല. പക്ഷെ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനി ബോറടിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. റെസ്പോൺസ് വളരെ കുറവാണല്ലോ. മാം പനി, അതുകൊണ്ട്. പനിയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. റെസ്റ്റ് എടുക്കോട്ടോ. മാമിനെ കണ്ടു കഴിഞ്ഞാലും സംസാരം കേട്ട് കഴിഞ്ഞാലും ബോറടിയില്ല. എന്നിട്ട് എന്നോട് സംസാരിക്കാനെന്താ? പോയോ? ഞാൻ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഓ, അപ്പൊ ഇപ്പൊ കേട്ടിട്ടാണ് ഒപ്പീനിയൻ. എന്തോ? ഇപ്പഴേ മനസ്സിലായി, കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ടാ മിണ്ടാതിരുന്നത്. മാക്സിമം ജോയിൻ ചെയ്യാനോ ക്ലാസ് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാ ഞാൻ മിണ്ടാതിരുന്നേ. ഇപ്പൊ അഡ്ജക്റ്റീവ് അഡ്വർബും മനസ്സിലായി, അതുകൊണ്ടാ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയോ? എന്തെങ്കിലും മിണ്ടാതിരിക്കല്ലേ? ഇങ്ങനെ മിണ്ടാതിരുന്നതിൽ എങ്ങനെയാ ഇംഗ്ലീഷ് സംസാരിക്കാം? അത് ക്ലാസ്സിൽ കംഫർട്ടബിൾ ആവണ്ടേ? ഓക്കെ, നിവേദിയ പറയൂ. Ma'am, your class is good, ma'am. Easy to understand. Thank you. ഓക്കെ, എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് ഒപ്പീനിയൻ. നെഗറ്റീവ്സ് ഒന്നുമില്ലേ? എന്തെങ്കിലും സ്പീഡ് കൂടുതലാണോ? No, ma'am. ഓക്കെ, എനിക്ക് പൊതുവെ വരുന്ന ഒരു നെഗറ്റീവ് സ്പീഡ് എന്നാണ്. ഇതാരും പറഞ്ഞില്ല. ശ്രിത വോക്കിംഗ് ആണ്. ഓക്കെ ശ്രിത, ക്ലാസ് ഗുഡ്. ഓക്കെ, താങ്ക് യു. അപ്പൊ മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല? എന്താണ് റീസൺ പറയുന്നത്? എപ്പോഴും സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? No, ma'am. സംസാരിക്കൂ, എന്തെങ്കിലുമൊക്കെ പറയൂ. ഹലോ 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 മാം. അശ്വിത. ഓ മാം, ഒരു ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ലായിരുന്നു. അപ്പം കുറച്ച് ഓണപ്പരിപാടി തിരക്കായതല്ലേ, സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. ആ ക്ലാസ് മിസ്സായിപ്പോയി. അപ്പൊ അത് ഞാനിപ്പോ ശരിയാക്കിയിട്ടില്ല. ഇപ്പൊ എനിക്ക് ഈ ക്ലാസ് അത് നല്ല മനസ്സിലാവുന്നുണ്ട്.
പക്ഷെ കുറച്ച് ടീച്ചർ ഒന്ന് സ്പീക്ക് കുറച്ചൊക്കെ എന്തോ മനസ്സിലാവാത്ത പോലെ തോന്നുന്നുണ്ട്. കാരണം ഫോണിന്റെയാണെന്നറിയില്ല, നെറ്റ്വർക്കാണോ സ്പീഡായിട്ടൊന്നും അറിയില്ല. കുറച്ച് പെട്ടെന്ന് വേർഡ് ഒന്നും മനസ്സിലാവാതെ വരുന്നുണ്ട്. സ്പീഡായതുകൊണ്ടോന്ന് അറിയില്ല. സ്പീഡ് ആയതുകൊണ്ട് കുറച്ച് മനസ്സിലാവാതെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അറിയില്ല, എനിക്ക് നെറ്റ്വർക്ക് ആണോ അറിയില്ല. കുറച്ചൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നുണ്ട്. ക്ലിയർ അല്ല കേട്ടോ. അതാ എന്ത് മഴ തന്നെ. സ്പീഡ് ഉണ്ടെന്നാണ് പറയുന്നത്. സ്പീഡ് ആണോ? അത്രയില്ല, കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ഓരോരു സ്ഥലത്ത് ഓരോ ഇത് വരുമ്പം കുറച്ച് സ്പീഡ് വരുന്നു ഒരു സംശയമുണ്ട്. ഓരോരോ സ്ഥലത്ത് സ്പീഡ് കുറയ്ക്കാം നമുക്ക്. ഓക്കെ. ഓക്കെ അർഷിത. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ഓക്കെ. അപ്പോ പിന്നെ ഞാൻ ചോദിച്ച ചോദ്യം, ടെൻസ് എങ്ങനെയാണ് എല്ലാവർക്കും അറിയോ? അറിയൂ. ടെൻസ് ഏതൊക്കെയാ? പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഈ ടെൻസസ് എല്ലാം അറിയോ നിങ്ങൾക്ക്? Yes, ma'am. അറിയില്ല. അറിയാറുണ്ടോ? ടെൻസ് ആണോ മാം? ടെൻസ് ആണോ മാം? പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് Future tense. അതൊക്കെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ്, ഏത് ഓക്സിലറീസ് ആണ്, അതൊക്കെ അറിയോ? കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയോ? ഇല്ല മിസ്സേ, അറിയില്ല. ലാസ്റ്റ് കഴിഞ്ഞു പോയത് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഫ്യൂച്ചർ വരാൻ പോകുന്നതാന്നറിയാം. പക്ഷെ അതിന്റെ ഇടയിൽ കുറെ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. ഓക്കെ, ആക്ഷൻസ് അതായത് പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 4 ആക്ഷൻസും അറിയില്ല അല്ലെ? കൺഫ്യൂഷൻ അറിയാമെങ്കിൽ കൺഫ്യൂഷൻ ആണ് കുറച്ച്. ടെൻസിന്റെ പേര് മാത്രം അറിയാം, അവിടെ യൂസ് ചെയ്യേണ്ട വേർഡുകൾ മാത്രം കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ വാസ്, വേറെ, ഹാവ്, ഹാഡ്, അതൊക്കെ എപ്പോഴും കൺഫ്യൂഷൻ. ഹാവ്, ഹാഡ്, ഹാസ്, ഡു, ഡസ്, ഡിഡ് അല്ലേ? അതെ അതെ അതെ, എല്ലാം അറിയാം. പക്ഷെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അറിയില്ല. അതെ. ഓക്കെ, ഇപ്പോ പഠിച്ചത് ഏകദേശം ഒരു ബേസിക് ആണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് ആവശ്യം വരും ടെൻസ് പഠിക്കുമ്പോഴാണ്. ഓക്കെ, ഓരോ വേർഡ് നമ്മൾ യൂസ് ചെയ്യണം. ഓരോ ടെൻസ് പഠിക്കുമ്പോഴാണ് ഇതൊക്കെ മെയിൻ നമുക്ക് യൂസ്ഫുൾ ആകുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ അറിയേണ്ട കാര്യം, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഫസ്റ്റ് ശരിക്കും നമുക്ക് ലാംഗ്വേജ് സംസാരിക്കാൻ ഗ്രാമർ ആവശ്യമില്ല. ഓക്കെ, അത് മനസ്സിലാക്കാം കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ഗ്രാമർ ആവശ്യമില്ല. പക്ഷേ ഗ്രാമർ ആവശ്യമില്ലെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ശരിയല്ലേ? പൊട്ടത്തിനാണെങ്കിൽ പറയാൻ പറ്റില്ലേ? ധൈര്യം വേണം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുമോ? ഇല്ല. കാരണം നമ്മൾ പറയുന്ന പൊട്ടത്തിനാണ് നമുക്ക് കേൾക്കുന്നവരവസ്ഥ പറയണ്ടല്ലോ. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ടെൻസ് അറിയണം. കാരണം നമ്മൾ പറയുന്നത് തെറ്റില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അതെവിടെയും സംസാരിക്കാൻ പറ്റും. അത് ഒരു സെന്റൻസ് ആണെങ്കിൽ പോലും നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അതിന് നമുക്ക് ഗ്രാമർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഇപ്പോ നമ്മള് സംസാരിക്കുമ്പോൾ മലയാളം ആണെങ്കിൽ പോലും കുട്ടികൾ സംസാരിക്കുന്നുണ്ട്, കുഞ്ഞു മക്കൾ മലയാളം സംസാരിക്കുന്നുണ്ട്, കേട്ട് കേട്ട് പഠിക്കുന്നതാണ് അല്ലെ? അത് നമ്മൾ പറയുന്ന പോലെയാണ് അവര് പറയുക. അല്ലാതെ അച്ചടി ഭാഷ പറയുമോ? ഒരിക്കലില്ല. അച്ചടി ഭാഷ കേട്ടെങ്കിൽ അച്ചടി ഭാഷ പറയും. നമ്മൾ സംസാരിക്കുന്ന ആളെ കേട്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ പറയും. അത്രയേ ഉള്ളൂ. അവരതിൽ ഗ്രാമറോ ഒന്നും നോക്കുന്നില്ല. കാരണം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അവരാരും കളിയാക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. പക്ഷെ നമ്മള് കുറച്ചുകൂടെ വലുതായപ്പോ നമുക്ക് കുറെ ഇമോഷൻസ് വന്നു. അതായത് ഈഗോ എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങൾ നമുക്ക് ജനിച്ചപ്പോ കിട്ടിയതല്ല, ഇതൊന്നും നമ്മളായിട്ട് വളർത്തിയെടുത്താണ്. അപ്പൊ നമ്മളതിനെ അറിയാണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെന്തൊരു കളിയാക്കോ എന്നൊക്കെ ഒരു പേടി കൊണ്ടാണ് നമ്മൾ സംസാരിക്കാത്തത്. പക്ഷെ നമ്മൾ ഇവിടുന്ന് പോയി പുറത്തോട്ട് എവിടെയെങ്കിലും UK നമ്മൾ അറിയാണ്ട് പെട്ടു എന്ന് വിചാരിക്കും, നമ്മൾ എന്തായാലും സംസാരിക്കും.
നമുക്ക് അറിയാവുന്ന വാക്കുകളാണെങ്കിൽ നമ്മൾ തപ്പിയാണെങ്കിൽ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കണ്ടേ എന്ന് വിചാരിച്ച് നമ്മൾ സംസാരിക്കും. കാരണം അവർ കളിയാക്കാതിരിക്കുക, അതിലുള്ള ആവശ്യം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നടത്തി കിട്ടണം. അതിനുവേണ്ടി നമ്മൾ എങ്ങനെയെങ്കിലും സംസാരിക്കും. അതുകൊണ്ട് നമുക്ക് സംസാരിക്കുന്ന ധൈര്യക്കുറവോ ഒന്നുമല്ല. പക്ഷെ ഇവിടെ കേരളത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് നാണക്കേട് വരും. എങ്ങനെയും അവർ കളിയാക്കും, ഒരു പേടി വരും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന കുറച്ച് നന്നായിട്ട് പഠിച്ചിട്ട് സംസാരിക്കണം എന്ന് ചിന്തിക്കും. അതാണ് കറക്റ്റ്. ഓക്കെ, അല്ലാതെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഗ്രാമർ ആവശ്യമില്ല എന്ന് പറഞ്ഞ സത്യമാണ്. ഓക്കെ, ഇപ്പോ മലയാളം ഞാൻ പറഞ്ഞു, നമ്മൾ പഠിച്ചത് ഫസ്റ്റ് സംസാരിക്കാനാണ്. നമ്മൾ സംസാരിക്കുന്ന പോലെയാണോ മലയാളം എഴുതുന്നത്? നോ മാം. സംസാരിക്കുന്ന പോലെയല്ല. ഒരു ലാംഗ്വേജും സംസാരിക്കുന്ന പോലെയല്ല എഴുതുന്നത് കേട്ടോ. എഴുതുന്ന സമയത്ത് നമുക്ക് ഗ്രാമർ അറിഞ്ഞിരിക്കണം. ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഗ്രാമർ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന പൊട്ടത്തെറ്റായിരിക്കില്ലേ, അല്ലെ? അങ്ങനെയാണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന വാക്കാണെങ്കിൽ എന്താണ് നമ്മാണെങ്കിലാ, പക്ഷെ നമ്മൾ എന്ന് തന്നെ പറയണം, അല്ലെ? ഓരോ സ്ഥലത്തിന്റെ പേരാണെങ്കിൽ നമ്മൾ പറഞ്ഞ് അത് ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എഴുതുമ്പോ അങ്ങനെയാണോ? കറക്റ്റ് ആയിട്ട് എഴുതണ്ടേ? അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ കൊച്ചി സ്ലാങ് ആണ്, കൊച്ചി സ്ലാങ് ആണ് നമ്മൾ. ഓക്കെ, അപ്പൊ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് പറയണമെങ്കിൽ ഗ്രാമർ അറിഞ്ഞിരിക്കണം. അത് ഫസ്റ്റ് പോയിന്റ് ആണ്. അപ്പൊ ഈ ഗ്രാമർ ഞാൻ പഠിപ്പിച്ചു തരും ക്ലാസ്സിൽ. കറക്റ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ കണ്ടിന്യൂസ്ലി ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഗ്രാമർ ക്ലിയർ ആയിരിക്കും. ഈ കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന വരെ ഗ്രാമർ ക്ലിയർ ആയിരിക്കും കേട്ടോ. അത് ഞാൻ പറഞ്ഞു, എന്റെ ക്ലാസ്സിൽ കണ്ടിന്യൂസ്ലി ജോയിൻ ചെയ്ത ഒരു കുട്ടിക്ക് മാത്രമേ. ഓക്കെ, ലൈവ് ക്ലാസ് കണ്ടാലേ ക്ലാസ് മനസ്സിലാവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഭയങ്കര ബോറിംഗ് ആയിരിക്കും. കാരണം ഞാൻ കുറെ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ ലൈവ് ക്ലാസ്സിൽ ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് യൂസ്ഫുൾ ആണ്. പക്ഷെ റെക്കോർഡ് ക്ലാസ് കാണുന്ന ഒരാൾക്ക് ഞാൻ ഈ സംസാരിക്കുന്നത് ബോറിംഗ് ആയിട്ട് തോന്നും. കാരണം അവര് ക്ലാസ് പ്രതീക്ഷിച്ചാണ് റെക്കോർഡ് ക്ലാസ് കാണാൻ വരുന്നത്. ആ സമയത്ത് എന്റെ ഇങ്ങനെ സംസാരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ കാണുമോ? എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. ഞാൻ ഫോർവേഡ് ചെയ്ത് പോകും, അല്ലെ? അതുകൊണ്ട് മാക്സിമം ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം. റെക്കോർഡിംഗ് ക്ലാസ് വെറും ബോറന്നെയാണ്. എന്തോ റെക്കോർഡിംഗ് ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ് വെറും ബോറാണ്. ഭയങ്കര ബോറാണ്. അതെ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ നിങ്ങളോട് ഫസ്റ്റ് തന്നെ പറയുകയും ചെയ്തു. ക്ലാസ് ആയിട്ട് പറയുന്നത് അതെന്ന് വെച്ചാല് കൊറേ ടൈം സംസാരാണ്, പിന്നെയാണ് ക്ലാസ്. അപ്പൊ നമുക്കത് കാണുമ്പോൾ നമ്മളത് ലെഫ്റ്റ് അടിച്ച് പോകും. പിന്നെ ഒന്നും ക്ലാസ് ഒന്നും ഉണ്ടാകുകയില്ല, വെറുതെ ചുമ്മാ സംസാരം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. പക്ഷെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ലൈവ് ക്ലാസ് ഇല്ല, ബോറില്ലാന്ന് തോന്നിയിട്ടുണ്ട്. ടൂ വേ കമ്മ്യൂണിക്കേഷൻ അല്ലേ? എന്തോ ടൂ വേ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോ ബോറാവില്ല. എന്ത് വെക്കേഷനോ? രണ്ടാൾക്കാരും സംസാരിക്കുമ്പോ ഞങ്ങളും സംസാരിക്കില്ല, അപ്പൊ ബോറാവില്ല. ഇതില് ഇംഗ്ലീഷ് ക്ലാസ്സില് ഞാൻ കുറെ തിയറീസ് മാത്രം പഠിപ്പിച്ചെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചു വെക്കും നിങ്ങൾ. ഞാൻ എല്ലാ ദിവസവും വന്നിട്ട് കുറെ തിയറീസ് ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കാണെങ്കിൽ ഓക്കെ ക്ലാസ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, പറ്റൂല. ഒരിക്കലും പറ്റില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം തന്നെ കുറവാണ്. ശരിയാണോ അല്ലയോ? ശരിയാണ്. ശരിയാണ്. അപ്പൊ അതും കൂടി എനിക്ക് മാറ്റേണ്ടതല്ലേ? എന്നാലും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കൂ. അപ്പൊ നിങ്ങൾ എന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് നോക്കി. ആദ്യം നിങ്ങളെ ക്ലാസ്സിൽ കംഫർട്ടബിൾ ആക്കണം. അതിനുശേഷം നിങ്ങളെ കൊണ്ട് കുറച്ചെങ്കിലും സംസാരിപ്പിക്കണം. അത് മലയാളത്തില് അൺമ്യൂട്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ട് സംസാരിപ്പിക്കണം. ഓക്കെ, അതിനുശേഷമാണ് ക്ലാസ് ഒക്കെ എടുത്ത് തിയറീസ് ഒക്കെ എടുത്ത് അത് ക്ലാസ് പ്രസന്റ് ചെയ്ത് അപ്പൊ നിങ്ങൾ ഏകദേശം ക്ലാസ്സിൽ ഓക്കെ ആകും, കംഫർട്ടബിൾ ആകും, സംസാരിക്കാം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങൾ എത്തും. അതിനുശേഷമാണ് നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കുക. മനസ്സിലായോ? അപ്പൊ അതുവരെയും ക്ലാസ്സിൽ വെയിറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ചാൻസ് കിട്ടൂ. ഓക്കെ, അല്ലാതെ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല.
ഒന്നോ രണ്ടോ ക്ലാസ് എടുക്കും, ഒരു മാസം ക്ലാസ് എടുത്തിട്ട് ഓക്കെ എനിക്ക് ഇംഗ്ലീഷ് ഇതുവരെ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാല് അത് എന്റെ കുഴപ്പമില്ല കേട്ടോ. സംസാരിക്കണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഏതൊരു ലാംഗ്വേജും നമുക്ക് ഫ്ലെക്സിബിൾ ആകും. ലാംഗ്വേജ് എന്നല്ല എന്തൊരു കാര്യം. ഓക്കെ, ഇപ്പൊ നിങ്ങള് കല്യാണം കഴിഞ്ഞവരാണ് എല്ലാവരും. കല്യാണത്തിന് മുന്നേ കുക്ക് ചെയ്തവരാണോ നിങ്ങള്? പറയൂ. No. ഇപ്പൊ നിങ്ങൾ കുക്ക് ചെയ്യൂ? Yes. ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, ചെയ്യണം അല്ലെ? അത്രയേ ഉള്ളൂ. മനസ്സിലായോ? പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്താൽ ഞാൻ മാരീഡ് അല്ല. ഓക്കെ, മാരീഡ് അല്ലെങ്കിലും കുഴപ്പമില്ല. എന്താ ഞാൻ പറയാം, ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പോ ആദ്യം നിങ്ങൾക്ക് കല്യാണത്തിന് മുന്നേ ഒരു സാമ്പാർ വയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾ കല്യാണത്തിന് ശേഷം എപ്പോഴെങ്കിലും ആവും കേട്ടോ, ഒരു ഏതെങ്കിലും ഡിഷ് നിങ്ങൾ ഉണ്ടാക്കി ചെയ്യാൻ ഫസ്റ്റ് എങ്ങനെ ഉണ്ടാവും ഡിഷ്? ഭയങ്കര അലമ്പായിരിക്കും. ആരും നല്ലൊരു അഭിപ്രായമേ പറയില്ല. ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചു. അത് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നീട് രണ്ടാമത് ഉണ്ടാക്കും, മൂന്നാമത് ഉണ്ടാക്കും അല്ലേ? കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു പെർഫെക്റ്റ് ആണ് ഡിഷ് കംപ്ലീറ്റ് ആയിട്ട് കഴിയുള്ളൂ. ശരിയല്ലേ? അത് ഏതൊരു കാര്യം അങ്ങനെ തന്നെയല്ലേ? അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും. അത്രയും ക്ഷമയോടെ കൂടെ കാത്തിരിക്കാന്ന് മാത്രം. പക്ഷെ ഇംഗ്ലീഷിന് ഒന്നാമത് സംസാരിക്കുന്ന ആഗ്രഹമുണ്ട് എല്ലാവർക്കും. പക്ഷെ എന്താണ്, അതിന് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനുണ്ടോ? സത്യം പറയണം. കുറച്ച് സമയമെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഒരിക്കലും. പക്ഷെ നിങ്ങളുടെ കുഞ്ഞിലെ മുതൽ ഒരു ആഗ്രഹമാണ് ഇംഗ്ലീഷ് സംസാരിക്കണം അല്ലേ? ഇതുപോലെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ചെറുതിലെ മുതല്? ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കഷ്ടപ്പെട്ടാണ് നിങ്ങൾ അത് നടത്തിയിട്ടുണ്ടാവും. ശരിയല്ലേ? പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇല്ല. എന്തുകൊണ്ടാണ്? ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. അതിന്റെ കൂടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കാര്യവും നടക്കൂ. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി മാത്രം സമയം മാറ്റി വെച്ചിട്ടില്ല. ഓക്കെ, എല്ലാവരും തിരക്കാണ്, നിങ്ങൾക്ക് ബിസിയാണ്. എല്ലാവരും കല്യാണം കഴിഞ്ഞ മക്കളൊക്കെ ആണ്, ബിസിയാണ് അല്ലേ? ബിസിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ ചെയ്യാനായിട്ട്? പാട്ട് കേൾക്കാൻ. പാട്ട് കേൾക്കാം. പാട്ട് കേൾക്കാൻ സമയം ഉണ്ടാവാറുണ്ടോ അർജുൻ? എന്തോ മാം? പാട്ട് കേൾക്കാൻ സമയം ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. ഒരു മണിക്കൂറൊക്കെ സമയം കിട്ടും. ഇംഗ്ലീഷ് പഠിക്കാൻ സമയമുണ്ടോ? ഇംഗ്ലീഷും പഠിക്കാറുണ്ട്. മാമിന്റെ ക്ലാസ്സിൽ കൂടെ തന്നെ അങ്ങ് പഠിച്ചു പോവുക, അതാ പരിപാടി. അതേ നടക്കൂ, അല്ലാതെ പഠിക്കില്ലല്ലോ. അതെ അതെ. അതെ അതെ, കണ്ടോ വ്യത്യാസം കണ്ടോ? അതായത് നമുക്ക് ലൈഫിൽ എല്ലാവർക്കും ഈക്വലി ടൈം ഉണ്ട് കേട്ടോ. മിക്കവരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് സമയമില്ല എന്ന് പറയും. സമയമില്ല, തിരക്കാണ്. പക്ഷെ നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാനാണെങ്കിൽ നമ്മൾ എത്ര തിരക്കാണെങ്കിലും കുറച്ച് സമയം അതിനു വേണ്ടി കണ്ടെത്തും. ശരിയല്ലേ? ശരിയാണോ? അതെ. പക്ഷെ ഇതിനു വേണ്ടി മാത്രം സമയം കണ്ടെത്തില്ല. അപ്പൊ സമയമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇംഗ്ലീഷ് പഠിക്കണം ആഗ്രഹമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാറ്റി വെക്കുക ഡെയിലി. മടി വരും കേട്ടോ. ഫസ്റ്റ് തന്നെ വരുന്ന സാധനം മടി വരും, ഉറക്കം വരും. പിന്നെ മൊബൈലിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ അപ്പൊ വരും. അപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് മൊബൈൽ എടുക്കും. പിന്നെ എന്താണ്, പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി മറന്നു പോകും, ഫോണിലായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാക്സിമം 1 day ഒരു 15 minutes ആദ്യം മാറ്റി വെക്കുക. അതിനുശേഷം കൂട്ടി വരാം. മനസ്സിലായോ? പറഞ്ഞുകൊണ്ട് ഗ്രാമർ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കും, അതും പഠിക്കണം. പക്ഷെ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഓരോ വൊക്കാബുലറി വേണോ? നിങ്ങളുടെ ചുറ്റിനും നോക്കിയേ, ചുറ്റിനും കാണുന്ന ഏതെങ്കിലും വസ്തുക്കളുടെ പേര് നിങ്ങൾക്ക് എല്ലാത്തിന്റെ പേര് അറിയോ? ഇന്ന് ആലോചിച്ചു നിങ്ങള്. നിങ്ങൾ ഡെയിലി സംസാരിക്കുന്ന കാര്യങ്ങൾ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് എല്ലാത്തിന്റെയും ഇംഗ്ലീഷ് വേർഡ്സ് അറിയോ? ഇല്ല. അപ്പൊ ഈ ഇംഗ്ലീഷ് വേർഡ്സ് അറിയാത്ത ഒരാൾ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങളത് സംസാരിക്കാൻ പറ്റോ? ഇല്ല. ഒരിക്കലും ഇല്ല. അത് നിങ്ങൾ എത്ര ഗ്രാമർ ക്ലാസ്സിനോ എത്ര ഇംഗ്ലീഷ് കോഴ്സിനോ എവിടെയൊക്കെ പോയി ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, വൊക്കാബുലറി ഇല്ലാതെ. ഓക്കെ, ഒരു ക്ലാസ്സിലും ഒരു കോഴ്സിലും വൊക്കാബുലറി പഠിപ്പിക്കുന്ന ഒരു കോഴ്സും ഇല്ല. ഉണ്ടോ? അത് നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്.
സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണം. അത് മസ്റ്റ് ആണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾ തന്നെ ചെയ്യാൻ വേണം. എന്നാൽ മാത്രമേ എന്റെ ഗ്രാമറും വൊക്കാബുലറി ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സംസാരിക്കാൻ പറ്റും. ഈ സ്റ്റക്ക് ആവുന്നുണ്ടല്ലോ അല്ലെ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് സ്റ്റക്ക് ആവുന്നത് എന്തുകൊണ്ടാ? വേർഡ്സ് കിട്ടാത്തതുകൊണ്ടാണ്. ശരിയല്ലേ? അപ്പൊ വേർഡ്സ് പഠിക്കണം. ഗ്രാമർ എന്തായാലും ഞാൻ പഠിപ്പിക്കും. ടെൻസ്. അപ്പൊ ഗ്രാമർ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. കോഴ്സിൽ എന്തായാലും കംപ്ലീറ്റ് ആകുമ്പോൾ ഗ്രാമർ ക്ലിയർ ആയിരിക്കും. ഗ്രാമർ മാത്രമല്ല, ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസ് ആണ്, ഇതെല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ വൊക്കാബുലറി മസ്റ്റ് ആണ് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ക്ലിയർ ആണ്? പിന്നെ എന്നോട് സംസാരിക്കണം. മലയാളത്തിലാണെങ്കിൽ പോലും അൺമ്യൂട്ട് ചെയ്ത് എന്നോട് സംസാരിക്കണം. നിർബന്ധമാണ്. മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഈ ടെക്സ്റ്റ് ചെയ്യുന്ന താഴെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നോട്? പറ്റും, പറ്റാതിരിക്കൊന്നുമില്ല. പക്ഷെ ഒരു മടിയാണ്. മടിയല്ല, എങ്ങനെയാ സംസാരിക്ക അല്ലെ? ആ ഒരു തോട്ടാണ് എല്ലാവരും ഉള്ളിൽ. അത് വേണ്ട. അൺമ്യൂട്ട് ചെയ്യാ, സംസാരിക്കാം. എല്ലാവരും ഒരുമിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല കേട്ടോ. സംസാരിച്ചോളൂ. നിങ്ങൾ സംസാരിച്ച ശേഷം മാത്രം ഞാൻ ക്ലാസ് എടുക്കും. ഓക്കെ, ആ അൺമ്യൂട്ട് ചെയ്യാനുള്ള ആ ടെൻഷൻ അത് ആദ്യം മാറ്റാം. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്തും വരുന്നത്, ടെൻഷൻ. അത് മാറ്റാം. ഓക്കെ ആണോ? ഓക്കെ മാം. കുറച്ച് പേര് മാത്രം ഓക്കെ എന്ന് പറയുന്നുള്ളൂ കേട്ടോ. ബാക്കി ആരും വരുന്നില്ല. ഓക്കെ മാം. ഓക്കെ, അപ്പൊ ഇത്രയും നേരം ഞാൻ സംസാരിച്ച ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയാണോ? അല്ല. നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വെച്ചുണ്ടാക്കുന്നത്. ഓക്കെ, അതായത് ഇനിയിപ്പോ ഇവിടെ ജോയിൻ ചെയ്യാം, സ്മാർട്ട് ജോയിൻ ചെയ്തിട്ടും ഇംഗ്ലീഷ് ക്ലാസ്സിൽ കണ്ടിന്യൂസ്ലി ജോയിൻ ചെയ്തിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറയരുത്. അതുകൊണ്ടാണ് പഠിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്, പഠിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? ഞാൻ ഇവിടുന്ന് പഠിപ്പിച്ചിട്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാറ്റവും വരില്ല. ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ ബേസിക് ആയി കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പ്രിപ്പോസിഷൻ ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് പ്രിപ്പോസിഷൻ എടുക്കാം. ഓക്കെ, അതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒരു ടോപ്പിക് പ്രസന്റേഷൻ സംസാരിച്ചതിന് ശേഷം നിങ്ങൾ മ്യൂട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒരു ടോപ്പിക് ഞാൻ തരും. ഇപ്പൊ ഞാൻ ഒരു ടോപ്പിക് തരും. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അത് പ്രസന്റ് ചെയ്യണം ഇൻ ഇംഗ്ലീഷ്. ഓക്കെ ആണല്ലോ? എല്ലാവരും ചെയ്യണം, മസ്റ്റാണ്. ഓക്കെ, സോ ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്തോളൂ. ഇന്നെന്ന് പറയുമ്പോൾ ഇപ്പോ 1 വീക്ക് ഉണ്ടാവാം. ചിലപ്പോ മേ ബി നെക്സ്റ്റ് ക്ലാസ് നാളെയും ചിലപ്പോൾ ഞാൻ കയറി വരാൻ ചാൻസ് ഉണ്ട്, അറിയില്ല. ടീച്ചേഴ്സ് ആരെങ്കിലും ലീവ് ആകുമ്പോഴാണ് ഇടയ്ക്ക് ഞാൻ മാറി വരുന്നത് കേട്ടോ, അറിയില്ല. സോ നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതായത് നാളേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നാളെ ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓണം കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, എന്നാണ് എന്റെ ക്ലാസ് വരുന്നത് അന്ന് നമുക്ക് ടോപ്പിക് പ്രസന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ടോപ്പിക് ഇതാണ്, കോൺഫിഡൻസ്. ഓക്കെ, കോൺഫിഡൻസ് ആണ് ടോപ്പിക്. ഇതില് നമുക്ക് ഗൂഗിളിൽ റെഫർ ചെയ്യാൻ പറ്റും, എല്ലായിടത്തും കിട്ടും അല്ലെ? ഇപ്പൊ നമുക്ക് ഒരുപാട് സോഴ്സ് ഉണ്ട്, ഗൂഗിൾ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഉണ്ട്. പക്ഷെ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്, മനസ്സിലായോ? ഇപ്പൊ ഗൂഗിളിൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് പറഞ്ഞ ടോപ്പിക് ഉണ്ടാവും, ഒരു പാരഗ്രാഫ് ഉണ്ട്. അപ്പൊ അത് വായിക്കുക. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ് കോൺഫിഡൻസ് എന്നുള്ളത്, നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ തോന്നുന്നത്, നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് അത് എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം. തെറ്റ് വന്നോട്ടെ കേട്ടോ, ഗൂഗിൾ ട്രാൻസ്ലേഷനോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ നോളജ് എങ്ങനെയൊക്കെയാണ് എന്നറിയാൻ വേണ്ടി മാത്രമാണ്. ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടോ എന്നത് പിന്നീട് അറിയണം, അതിനു വേണ്ടി മാത്രമാണ് ഇപ്പൊ ഇത് എഴുതാൻ പറയുന്നത്. സോ കോൺഫിഡൻസിനെ കുറിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് ത്രൂ നിങ്ങൾ എഴുതാൻ നോക്കുക. എന്താണ് കോൺഫിഡൻസ്? കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് അതിന്റെ ഡിമെറിറ്റ്സ് എന്താണ്, മെറിറ്റ്സ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? ഒന്നും റെഫർ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
അതെല്ലാം നിങ്ങൾ ഓൺ ബോർഡ്സിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, അത് ക്ലാസ്സിൽ വന്ന് അങ്ങനെ തന്നെ നോക്കി വായിക്കാനല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളത് ക്ലാസ്സിൽ വന്ന് പ്രസന്റ് ചെയ്യുക. ക്യാമറ ഓൺ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ പറയുന്ന പോലെ അനുസരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാകും കേട്ടോ. അതിൽ നിങ്ങൾ ഒരു നാണക്കേട് ഒന്നും വിചാരിക്കണ്ട. ക്ലാസ്സിൽ ഇരിക്കുന്നവരെല്ലാം ഇംഗ്ലീഷ് അറിയാത്തവരാണ്, ഇംഗ്ലീഷ് പഠിക്കാൻ വന്നിരിക്കുന്നവരാണ്. ഓക്കെ, അതുകൊണ്ട് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കുന്നവർ തൊട്ടേ മാറ്റാം. അവരൊന്നും വേണ്ട. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൊണ്ടത്തേച്ചാണെങ്കിലും ക്ലാസ്സിൽ വന്ന് പ്രസന്റ് ചെയ്യുക. ക്യാമറ ഓൺ ചെയ്ത് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഓക്കെ ആണോ എല്ലാനും? ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? ഒന്നും പറയണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ ക്ലാസ്സില്? ഇല്ല. എന്താണത്? ഗ്രൂപ്പേ വേണ്ട, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ഒന്നല്ലേ ആരും? ക്ലാസ്സിൽ വരുന്നു, കാണുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. കോൺഫിഡൻസ് എന്ന് പറയുന്ന ടോപ്പിക് പ്രസന്റ് ചെയ്യണം. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു, ഒന്നോ രണ്ടോ വാക്കുകൾ ഒതുക്കാൻ പാടില്ല. അത്യാവശ്യം കുറച്ചു നേരം സംസാരിക്കൂ, പ്രാക്ടീസ് ചെയ്യാം. കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസിനെ കുറിച്ചിട്ടാണോ എഴുതേണ്ടത്, അല്ലെങ്കിൽ കോൺഫിഡൻസ് എന്നുള്ള ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണോ എഴുതേണ്ടത്? ഫസ്റ്റ് നമുക്ക് അതിന്റെ സബ്ജക്റ്റിനെ കുറിച്ച് പറയാം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എന്താണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ, അതിനെ കുറിച്ച് പറയാം. പിന്നെ കോൺഫിഡൻസ് വന്നാൽ എന്തൊക്കെ മെറിറ്റ്സ് ആണ് നമുക്കുള്ളത് അതും പറയാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് തന്നെ തോന്നണം. നിങ്ങൾ അതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുറച്ച് കോൺഫിഡൻസ് വരണം, അങ്ങനെ വരുത്തണം. ആ രീതിയിൽ നോട്ട്ബുക്ക് എഴുതി വെക്കുക. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. കണ്ടിന്യൂസ്ലി വീട്ടില് സംസാരിക്കുന്ന പോലെ, അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്ത പോലെ നോക്കാതെയും നോക്കിയൊക്കെ പ്രാക്ടീസ് ചെയ്യാം. മനസ്സിലായോ? എന്നിട്ടത് നമ്മൾ ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യും. അങ്ങനെ ചെയ്യണം. അതായത് എഴുതി വെച്ചിട്ട് ഇങ്ങനെ നോട്ട്ബുക്ക് എടുത്ത് നോക്കി വായിക്കാനാണെങ്കിൽ പറ്റില്ല. നിങ്ങൾ തന്നെ അത് നോക്കാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് പോലെ ജസ്റ്റ് നമ്മൾ ക്യാഷ്വലായിട്ട് ഇങ്ങനെ സംസാരിക്കില്ലേ, അതേപോലെ സംസാരിക്കുക ക്ലാസ്സിൽ വന്ന്. അതിനുവേണ്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാം ക്ലിയർ ആയിക്കോളും. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഇനിയിപ്പോ എല്ലാവരും റെഡി ആയിട്ട് വരണം. എല്ലാവരും ചെയ്യണം. ഇനി ഞാൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, കേട്ടില്ല, പണ്ട് സ്കൂളിൽ പറയുന്ന പോലെ ഞാൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും പറ്റില്ല. പറയണം. അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇത് പറയുന്നത് കേട്ടോ. ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സില് ടോപ്പിക് പ്രസന്റേഷനായിട്ട് വരാം എല്ലാവരും. അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിക്കോട്ടെ പ്രസന്റേഷൻ. ഓക്കെ, എത്രത്തോളം നന്നായിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യാം. കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. ഒരിക്കലും രണ്ടാമതൊരു ചാൻസ് കിട്ടില്ല. അത് എന്തൊരു കാര്യത്തിനാണെങ്കിലും. ഇംഗ്ലീഷ് ക്ലാസ്സിലായിട്ട് മാത്രം ഞാൻ പറയുന്നില്ല, ലൈഫിൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സെന്റൻസ് ആണത്. ഒരിക്കലും നമുക്ക് രണ്ടാമത് ചാൻസ് കിട്ടില്ല. സോ മാക്സിമം കിട്ടുന്ന അവസരങ്ങൾ യൂസ് ചെയ്യാൻ നോക്കും. ഓക്കെ ഓക്കെ മാം. അപ്പോ അത്തരത്തിലാണ്. ഓക്കെ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറഞ്ഞാൽ പോസിബിൾ ആണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും മാക്സിമം നമ്മളെ കൊണ്ട് ആരും അങ്ങനെ ഹേർട്ട് ആവരുത്. അത്രയേ ഉള്ളൂ. അങ്ങനെ ശ്രദ്ധിക്കും. ഓക്കെ, ബി പോസിറ്റീവ്, ബി കോൺഫിഡൻസ്. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റും എന്ന് ചിന്തിക്കുക. എന്തും നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ വിചാരിച്ചാൽ എന്തും പറ്റും. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ എന്തൊരു കാര്യവും സാധിക്കും. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നപ്പോ തന്നെ ഒരു ഹാപ്പി ഓണം പറഞ്ഞു പോയതാണ്. വീണ്ടും കേറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എന്നാൽ ഇരിക്കട്ടെ, ഒരു ഹാപ്പി ഓണം. ഓക്കെ, സോ once again happy ഓണം to all. ഹാപ്പി ഓണം മാം. ഹാപ്പി ഓണം മാം. മാം. ഹാപ്പി ഓണം. താങ്ക് യു. ഹാപ്പി ഓണം മാം. Bye.